നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലൊരു പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ്. ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ പുസ്തകമാണ്. എന്തിനാണ് സഖാവ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്? നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നേതൃത്വം തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്നൊരു സൂചനയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് നേതൃത്വം? എന്തായാലും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുഞ്ഞികൃഷ്ണൻ്റെ രാഷ്ട്രീയമനുസരിച്ച് വിമർശിക്കേണ്ടത് മറ്റൊരു രാഷ്ട്രീയത്തെ ആവണം, കോൺഗ്രസിനെ ആവണം, അല്ലെങ്കിൽ BJP ആവണം. പക്ഷേ ഇത് സ്വന്തം പാർട്ടിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് സംസ്ഥാനത്തെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം വല്ലാതെ മോശമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും മൂല്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അണികൾ വളരെ കെയർഫുള്ളായി വേണം നേതൃത്വത്തോട് സംസാരിക്കാൻ, നേതൃത്വത്തോട് ഇടപഴകാൻ എന്നുള്ളൊരു സന്ദേശമാണ് ശരിക്കും നൽകുന്നത്. ഇതൊരു നല്ല സന്ദേശമാണോ എന്ന് ചോദിച്ചാൽ അല്ല, തെറ്റായ സന്ദേശമാണ്. എന്തുകൊണ്ടാണ് തെറ്റാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയേ പ്രവർത്തിക്കാവൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. അതായത് ഇവിടെ നാട്ടിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങളെയും ഉൾക്കൊള്ളാതെ, കാലാനുവൃത്തിയായ യാതൊരു സംസ്കാരത്തെയും മനസ്സിലാക്കാതെ, വികസനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ആ മുരടിപ്പിൽ തന്നെ തുടരണോ ഇവിടുത്തെ നേതൃത്വം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അതൊക്കെ പോയിക്കോട്ടെ, ഈ പുസ്തകം എഴുതാനും അത് പുറത്തേക്ക് ഇറക്കാനും ഇടയായ സാഹചര്യം 2016 അന്തരിച്ചു പോയ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ച ധനരാജിന് വേണ്ടി പിരിച്ചെടുത്ത ഒരു തുക, രക്തസാക്ഷി ഫണ്ട്, ആ ഫണ്ട് തട്ടിച്ചു എന്ന് പറയുന്ന ഏറ്റവും കുറ്റകരമായ ഒരു കാര്യമാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഈ സഖാവ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതി തെറ്റാണ്, പറയാൻ ഉപയോഗിച്ച മാധ്യമം തെറ്റായിപ്പോയി, പറഞ്ഞ സമയവും തെറ്റായിപ്പോയി. എന്നാൽ ഇത് ഇത്രയും തെറ്റുകൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്തു. എന്നാൽ ഈ ഫണ്ട് പിരിച്ചിരിക്കുന്നത് കേരളം ഒട്ടുക്ക് എമ്പാടും പാർട്ടി നടത്തിയ ഒരു പിരിവാണോ? അല്ല. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മാത്രം പിരിച്ച തുകയാണ് 1 കോടിക്കകത്ത് വരുന്നത്. ഏകദേശം 96-നും 1 കോടിക്കും ഇടയിൽ വരുന്ന ഒരു തുക. ഈ തുക മൂലം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അന്ന് തന്നെ ഏകദേശം ഇതൊരു വിവാദമായി ഉയർന്നു വരികയും തൊട്ടു പിന്നാലെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് K. സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് രംഗത്തേക്ക് വരികയും ചെയ്തു. 3 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2022 ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി അന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നതാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു, മാധ്യമങ്ങളോടടക്കം. അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഇങ്ങനെയൊരു ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, മറ്റു രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഈ സമീപകാല രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രാധാന്യം ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് ലഭ്യമാക്കുകയോ അല്ലെ ധനരാജിൻ്റെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒന്നുമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കാര്യം 3 വർഷത്തിന് മുമ്പ് ഉയർന്നു വന്ന അതേ ആരോപണം തന്നെയാണ് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കണക്കുകൾ അവതരിപ്പിക്കുകയും അതിനകത്ത് ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പാർട്ടിക്കുള്ളിൽ നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അതായത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഏരിയ കമ്മിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും വിവരങ്ങൾ എത്താൻ വേണ്ട സജ്ജീകരണമുള്ള ഒരു പാർട്ടി തന്നെയാണ് ശരിക്കും CPM എന്ന് പറയുന്ന ഒരു പാർട്ടി. ഏരിയ കമ്മിറ്റിയിൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകളുണ്ടാവും, സഹാക്കന്മാരുണ്ടാകും. ആ ലോക്കൽ കമ്മിറ്റിയിലാകട്ടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നുള്ള സഹാക്കന്മാരും ഉണ്ടാവും. അപ്പം വിവരങ്ങൾ അതാത് കമ്മിറ്റികളിലേക്ക്, അതായത് ഒരു പാർട്ടി കുടുംബം പോലെ ആണ്, പാർട്ടി ഒരു കുടുംബം പോലെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി നടന്നു പോകുന്ന ഒരു പാർട്ടി തന്നെയാണ്. പിന്നെ 2, ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം എടുത്ത് ദുർവ്യയം ചെയ്യുകയും അത് അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമോ ചരിത്രമോ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു CPMകാരൻ്റെ ലൈഫിൽ അത് എന്താണ് രക്തസാക്ഷി? ഒരു CPMകാരനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ
ഒരു വില കൊടുക്കുക, അതിൽ വാല്യൂ ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം, കോൺഗ്രസ്സുകാർ കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പണം പിരിക്കുന്നു, കട്ടുമുടിക്കുന്നു. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു വശത്തേക്ക് നോക്കിയാൽ വയനാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുന്നു, പുട്ടടിക്കുന്നു. ഇത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വരുന്ന ചില ആചാരങ്ങളാണ്. ഈ ആചാരം ഒരിക്കൽ പോലും CPM എന്ന് പറയുന്ന പാർട്ടി എവിടെയും പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വ്യക്തമായ കാര്യം. CPMമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പുഷ്പൻ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയേക്ക് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെയും കൊണ്ട് ഏറെക്കാലം ആ CPM എന്ന് പറയുന്ന സംഘടനയിലുള്ളവർ അദ്ദേഹത്തെ പോയി കാണുന്നു. അങ്ങനെ പലരും ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്ന് പോലും അവിടേക്ക് ആൾക്കാരെത്തുകയും പുഷ്പനെ കാണുകയും ചെയ്യുന്നു, സഖാവിനെ. അപ്പോൾ കാണുകയും രോഗവിവരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം അന്ന് മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷിക്ക് നൽകേണ്ട എല്ലാ മാന്യതയും അതോടൊപ്പം എല്ലാ ബഹുമാനവും നൽകി തന്നെയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. ഇതാണ് രക്തസാക്ഷികളോടുള്ള CPMൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതി. ഈ പരാതി ഉയർന്നു വരുന്നത് 2022 ഈ 2022 ഈ പരാതി ഉയർന്നു വരികയും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് തന്നെയാണ് ഈ വിഷയം തന്നെ. അതും ഈ കുഞ്ഞികൃഷ്ണന്റെ വായിൽ നിന്ന്, ആ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അന്ന് K സുധാകരൻ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനകത്തൊരു വ്യക്തിവൈരാഗ്യമില്ലേ TA മധുസൂദനെ വേണ്ടിയിട്ട്? അന്ന് ഇതിനകത്ത് ചെറിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. പാർട്ടി ഇന്റേണലായി നടപടിയെടുക്കുകയും ചെയ്തതാണ്. TA മധുസൂദന് എതിരായിട്ട് കൃത്യമായി പാർട്ടി നടപടി ഉണ്ടായിരുന്നു അന്ന് തന്നെ. എന്നിട്ടും വീണ്ടും എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കുഞ്ഞികൃഷ്ണൻ ഈ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്? അന്ന് അദ്ദേഹത്തെ ബ്രാഞ്ച് തലത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന നടപടി വരെ ഉണ്ടായി മധുസൂദനെ. അപ്പോൾ അതിനകത്ത് അന്ന് തന്നെ പാർട്ടിയിൽ ഒരു പരിഹാരം കണ്ടിരുന്നു. പിന്നെ KK രാഗേഷ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യമില്ല. ശരിയാണ്, ഒരു രക്തസാക്ഷി ഫണ്ട് പിരിച്ചെടുത്ത് അത് വിനിയോഗിച്ചതിൻ്റെ അല്ലെങ്കിൽ എത്ര രൂപ വന്നു അത് വിനിയോഗിച്ച ഏതെല്ലാം തലത്തിലാണ് എന്ന് പാർട്ടിക്കുള്ളിൽ അറിഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ്. ഇത് നാട്ടുകാരുടെ എമ്പാടും കയ്യിൽ നിന്ന് പിരിച്ചതല്ല, കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് മുഴുവനായി പിരിച്ചെടുത്ത തുകയല്ല. അത് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മാത്രമായി എടുത്ത ഫണ്ടാണ്, പിരിവ് നടത്തിയതാണത്. അതിനെക്കുറിച്ച് എന്തിനാണ് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യം? പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഇത്ര രൂപ പിരിഞ്ഞു കിട്ടി. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യമുള്ള ഫണ്ടല്ല. ശരിക്കും പാർട്ടിക്ക് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ. അന്ന് ഇതിനകത്ത് കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചതിനെ തുടർന്ന് അന്ന് TA മധുസൂദനെതിരായിട്ട് പാർട്ടി നടപടിയും എടുത്തതാണ്. ഇനി TA മധുസൂദനും ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ തമ്മിൽ ഇത്രയ്ക്ക് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്നാൽ ഉണ്ട്. ഒരു ശത്രുതയ്ക്കൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ അവസരം മുതലാക്കുകയാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. TA മധുസൂദനും ഈ കുഞ്ഞികൃഷ്ണൻ തമ്മിൽ ഒരു വല്ലാത്ത ശത്രുതയുണ്ട്. ആ ശത്രുതയുടെ പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞികൃഷ്ണൻ റിട്ടയർ ആവുന്ന സമയത്ത്, പിന്നെ പയ്യന്നൂർ സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ തർക്കം ആരംഭിക്കുന്നത്. സ്വാഭാവികമെന്നോണം അദ്ദേഹം പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച ഗ്രാറ്റുവിറ്റി വെറും 8 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സഹകരണ സംഘത്തിൻ്റെ ഈ ഒരു നിയമം അമെൻഡ് ചെയ്യുന്നു, പുതുക്കുന്നു. അങ്ങനെ പുതുക്കി വന്നപ്പോൾ ഇത് മുൻകാല പ്രാബല്യത്തോടെ പുതുക്കണം എന്നൊരു ആവശ്യം കൊണ്ടുവന്നു. കാര്യം പുതുക്കി കഴിയുമ്പോൾ പിന്നീട് റിട്ടയർ ആവുന്ന ഒരാൾക്ക് അവർ ലഭിക്കാൻ പോകുന്ന ഗ്രാറ്റുവിറ്റി 20 ലക്ഷം രൂപ എന്നുള്ള നിലയിലാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റിയിൽ 12 ലക്ഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ അമെൻഡ് ചെയ്തത് മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കണം എന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ ആവശ്യം. എന്നാൽ അത് കഴിയില്ല എന്ന് മധുസൂദനൻ വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മധുസൂദനൻ പറഞ്ഞു, ശരി, നിങ്ങൾ കേസിന് പൊയ്ക്കോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള ഗ്രാറ്റുവിറ്റി അനുവദിച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ കേസിന് പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കുഞ്ഞികൃഷ്ണന് പരാജയപ്പെടേണ്ടി വന്നു. എന്ന് വെച്ചാൽ കുഞ്ഞികൃഷ്ണന് 20 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിക്ക് കുഞ്ഞികൃഷ്ണൻ അർഹനല്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ അതോടുകൂടി കുഞ്ഞികൃഷ്ണന് ഈ പറയുന്ന മധുസൂദനോടുള്ള വൈരാഗ്യം ആരംഭിക്കുന്നു. ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഇത് നടത്തിയ, അല്ലെങ്കിൽ താനൊരു വലിയ 10-40 വർഷം കൊണ്ട് പാർട്ടിയെ സേവിക്കുകയെന്ന ഒരാളാണ് താൻ എന്ന് കുഞ്ഞികൃഷ്ണൻ വളരെ ഗദ്ഗതത്തോടു കൂടി പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, അതായത് പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞൊരു വാക്കുകളാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, അസഭ്യം പറയുന്നു, പുലഭ്യം പറയുന്നു, അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ വലിയ വായിൽ നിന്നുകൊണ്ട് നീണ്ട വിലാസത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു.
എന്നാൽ കുഞ്ഞികൃഷ്ണൻ ഒന്ന് ആലോചിക്കണം, ഒരു സംഘടനയിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഘടന എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഘടനയല്ല. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഖാവ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പാർട്ടിക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സംഘടനാബലമുള്ള പ്രസ്ഥാനമാണ് എന്നെല്ലാവരും അടിവരയിട്ട് പറയുന്നത്. ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് മാത്രം അതിനകത്തൊരു അണുകിട വ്യത്യാസമില്ലാതെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എവിടം വരെ ആയി കാര്യങ്ങൾ? എവിടം വരെ കൊണ്ട് എത്തിച്ചു? അദ്ദേഹം ഉടനെ ഇറങ്ങുന്നു. 2022 സംസാരിച്ചു. 2022 നടപടിയെടുത്തൊരു കേസ്, പാർട്ടി ഇന്റേണലായി നടപടിയെടുത്തൊരു കേസ്, അവിടെ ഒരു ഓഡിറ്റിംഗ് നടന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് കുഞ്ഞികൃഷ്ണൻ. ഈ കുഞ്ഞികൃഷ്ണൻ എന്താ ചെയ്തത്? ഇത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നേരെ ഒരു തിരുവനന്തപുരത്തേക്ക് വരുന്നു. നേരെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട്, മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നല്ല, ഒരു പ്രത്യേകം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നു കൊണ്ട് വിനു വി ജോണിന് ഒരു ഇന്റർവ്യൂ നൽകുന്നു. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ആരാണ് ചതിച്ചത്? എന്നിട്ട് പറയുകയാണ്, എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നു, അപഹസിക്കുന്നു. ഒരു പാർട്ടിയെ, CPM എന്ന് പറയുന്ന പാർട്ടിയെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് മറ്റൊരു നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ആ ചാനലിൽ വന്നിരുന്നു കൊണ്ട് പാർട്ടിയെക്കുറിച്ച് ഇത്രയേറെ കുറ്റം പറയുകയും പാർട്ടിയിലെ നേതാക്കന്മാരടക്കം രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്തു വെച്ച കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് എന്താ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ലേ? അപഹസിക്കപ്പെടാൻ അർഹനല്ലേ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട എല്ലാവരെയും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർ കള്ളന്മാരാണ് എന്ന് ചാപ്പ കുത്തിയിട്ട് ഇപ്പം പറയുന്നു എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്ന്. എന്തൊരു വിരോധാഭാസമാണല്ലേ? ഇതാണോ ഒരു സഖാവിന് ചേർന്ന നടപടി? ഒരു സഖാവ് അങ്ങനെയാണോ ചെയ്യേണ്ടിയിരിക്കുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവരെ പാർട്ടി ഒരു പേര് വിളിക്കും, കരിങ്കാലികൾ അല്ലേ? അങ്ങനെ ഒരു കരിങ്കാലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ലെന്നേ. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് എന്തിനായിരുന്നു ഇങ്ങനെ തിടുക്കപ്പെട്ട ഒരു ഇന്റർവ്യൂ കുഞ്ഞികൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചത്? 2022 നടന്ന സംഭവമല്ലേ? 2022 നടന്ന സംഭവത്തെ തുടർന്ന് എന്തിനാണ് ആ സംഭവം അന്ന് അവസാനിച്ചതല്ലേ? വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കുഞ്ഞികൃഷ്ണന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? കുഞ്ഞികൃഷ്ണനെ കൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇതേ വിവാദത്തിന്റെ പുറത്ത് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാണ്? തിരുവനന്തപുരത്തേക്ക് വന്ന കുഞ്ഞികൃഷ്ണൻ ആരെല്ലാമായി ചർച്ചകൾ നടത്തി? ഇതൊക്കെ പാർട്ടിക്കാർക്ക് അറിയേണ്ടതല്ലേ? ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ശരി, ഞങ്ങൾ കണക്ക് പുറത്തുവിടാൻ തയ്യാറാണ്. പാർട്ടിയുടെ രീതി അനുസരിച്ച്, പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പുറത്തുവിടേണ്ട ആവശ്യമില്ല. എങ്കിലും കുഞ്ഞികൃഷ്ണൻ ഇത്രയും വിവാദമുണ്ടാക്കി സമൂഹ മധ്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാരെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്ന തരത്തിൽ ഈ രീതിയിൽ പ്രസ്താവന ഇറക്കിയ കുഞ്ഞികൃഷ്ണന്റെ മുന്നിൽ പാർട്ടി മുട്ടുമടക്കിയതല്ല, പാർട്ടിക്ക് ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് പാർട്ടിയെ തുറന്നു പറയാൻ തയ്യാറാകുന്നു. പാർട്ടിയുടെ കയ്യിൽ കള്ളത്തരമുണ്ട് എങ്കിൽ എന്തിനാണ് ഗോവിന്ദൻ മാഷ് ഞങ്ങൾ കണക്ക് പുറത്തുവിടാൻ തയ്യാറാണെന്ന് പറയുന്നത്? പാർട്ടിക്ക് കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ പാർട്ടിയിൽ കൃത്യമായി റിപ്പോർട്ടിങ്ങിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യും. കാലാകാലങ്ങളായി പാർട്ടിയിൽ നടന്നു വരുന്ന ഒരു രീതി അതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സമ്മേളന പ്രതിനിധികളും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് കണക്ക് അവതരിപ്പിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ സഹാക്കന്മാരെ ബോധിപ്പിച്ചാൽ മതി. കാര്യം സഹാക്കളിൽ നിന്നെടുത്ത പിരിവാണ്, ഏരിയ കമ്മിറ്റി മാത്രം പിരിച്ച തുകയാണിത്. അപ്പോൾ പാർട്ടിയെ അത്രത്തോളം വിശ്വസിക്കുന്നവരാണ് പാർട്ടിക്ക് പണം നൽകിയത്. ഇത് പിന്നെ ഇതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടി ഒരു കുടുംബം പോലെയാണ് എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. കുടുംബം പോലെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഒറ്റിക്കൊടുക്കുക എന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സമീപനമല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞികൃഷ്ണൻ നടത്തിയത്? പാർട്ടി ഒറ്റിക്കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ട് അവസാനം ഒരു പുസ്തകം, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതി. എന്ന് വെച്ചാൽ തൻ്റെ പുസ്തകത്തിനകത്തുള്ളതെല്ലാം നേതൃത്വം ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള അഴിമതികളുടെയും സ്വജനപക്ഷപാതിത്വത്തിൻ്റെയും കണക്കുകളാണ് എന്ന് വരുത്തി തീർക്കുക. ഇവിടെ നമുക്കറിയാം, പിണറായി വിജയൻ സഖാവ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് അഴിമതിക്കാരായ ഏതെങ്കിലും ഒരു മന്ത്രിയെ ചൂണ്ടിക്കാണിച്ചു തരാൻ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കന്മാർ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു MLA-ക്ക് കഴിയുന്നുണ്ടോ? ഈ മന്ത്രി അഴിമതിക്കാരനാണ്, ഈ മന്ത്രി ഇത്ര കോടി രൂപ ഈ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുണ്ട്, എടുത്തുയർത്തി കാണിക്കേ, മുന്നിൽ വിശ്വസിക്കാം ഇവിടുത്തെ ജനങ്ങൾ. ആ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ പറയാം നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് വേണമെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറയാം. മധുസൂദനുമായുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ വളരെ നിർണായകമായ ഘട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെ വളരെ വടിവൊത്ത ഭാഷയിൽ പറയേണ്ടി വരും അല്ലേ? എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ എല്ലാ സംഘടനാപരമായ
എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുകയും അതിൻ്റെ സംവിധാനത്തെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വേണം. അല്ല ഞാൻ ഇത്ര വർഷമായി പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആരുടെ പിന്തുണയോടുകൂടിയാണ് കുഞ്ഞികൃഷ്ണൻ 2022 അവസാനിച്ച ഒരു കേസ് വീണ്ടും കൊണ്ടുവന്നത്? ധനരാജിന്റെ കുടുംബക്കാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തിയിട്ടുണ്ടോ? ഇല്ല. ധനരാജിന്റെ കടങ്ങൾ ഏതെങ്കിലും ഇനിയും പാർട്ടി വീട്ടാനുണ്ടോ? ഇല്ല. ധനരാജിന്റെ കേസുമായി രക്തസാക്ഷിയായ സഖാവ് ധനരാജിന്റെ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയർ ഇനിയും ബാക്കിയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ്? അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോട് ആരെങ്കിലും വന്ന് ഈ കുടുംബത്തിൽപ്പെട്ട സഖാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇനി അതും പോട്ടെ, ഈ ഫണ്ടുകൾ തിരിമറി നടത്തി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിന്റെ കയ്യിൽ എവിടെയെങ്കിലും ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയ തെളിവെങ്കിലും ഉണ്ടോ? അതുമില്ല. ഇതെല്ലാം ഞാൻ പറയുക മാത്രമാണ് ചെയ്യുക, അല്ലാതെ എൻ്റെ കയ്യിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ എൻ്റെ കയ്യിൽ ഒരു തെളിവ് പോലും എൻ്റെ കയ്യിലില്ല. അല്ലേ? ഞാൻ പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഇതല്ലേ കുഞ്ഞികൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് കുഞ്ഞികൃഷ്ണന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് UDFും അതോടൊപ്പം തന്നെ NDAയും കൂടെ സംഘം ചേരുകയാണ്. അവർ രണ്ടുപേരുടെ കുഞ്ഞികൃഷ്ണന്റെ പിന്നാലെ അണിനിരക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പലയിടത്തും എന്തിനാ വന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത നിരവധി ആൾക്കാരുണ്ട്. എന്നിട്ട് പറയുകയാണ് MV ഗോവിന്ദന്റെ വികസന മുന്നേറ്റ യാത്രയിൽ ആൾ കുറവായിരുന്നു എന്ന്. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ഇത്രയും ആൾക്കാരെ പല ഭാഗങ്ങളിൽ നിന്ന്, വടകരയിൽ നിന്ന് RMPക്കാരടക്കമുള്ള കോൺഗ്രസ്സുകാരടക്കമുള്ള പ്രവർത്തകർ അവിടെ പങ്കെടുത്തു. എങ്ങനെ, ആരാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ പിന്നിൽ ഇങ്ങനെ മറ്റുള്ള പാർട്ടിക്കാരെ പ്രവർത്തിപ്പിക്കാൻ അങ്ങേക്ക് 40 വർഷത്തെ CPMൽ പ്രവർത്തിച്ച പരിചയമുള്ള കുഞ്ഞികൃഷ്ണന് എങ്ങനെയാണ് തോന്നിയത്? സ്വന്തം പാർട്ടിയെയും സ്വന്തം പാർട്ടി നേതാക്കളെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടാൻ കുഞ്ഞികൃഷ്ണൻ സഖാവിന് എങ്ങനെ തോന്നി, മനസ്സ് വന്നു? അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. ഇത് പാർട്ടി എന്ന് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിച്ചപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല, ഫണ്ടുണ്ട്. പക്ഷേ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചതാണെന്നേ, അതെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 ഈ പറയുന്ന സഖാവ് ധനരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനരാജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കടങ്ങൾ പോലും വീട്ടാൻ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട്. അക്കാര്യവും EP ജയരാജൻ സഖാവ് വ്യക്തമാക്കിയ കാര്യമല്ലേ? എന്നിട്ട് ഇതെല്ലാം വ്യക്തമാക്കി TA മധുസൂദന്റെ ഭാഗത്തു നിന്നൊരു കുറ്റകരമായ അനാസ്ഥയുണ്ടായി. അല്ലാതെ അദ്ദേഹം പണം തിരിമറി നടത്തിയെന്നല്ല, പണം വേണ്ട രീതിയിൽ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തതാണ് പാർട്ടി. എന്നിട്ടും 2022 അവസാനിച്ച ആ വിഷയത്തെ വീണ്ടും നിങ്ങൾ, അല്ലെങ്കിൽ ഈ സഖാവ് കുഞ്ഞികൃഷ്ണൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന മധുസൂദനെ പയ്യന്നൂരിൽ ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭാംഗമാക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതിലൂടെ എന്താ സംഭവിക്കുക? അദ്ദേഹം ഈ പറഞ്ഞ പരാതികളിലൂടെ സംഭവിച്ചത് CPMന്റെ വിശ്വാസ്യതയെ തകർക്കുന്നതാണ്. രക്തസാക്ഷികളോടുള്ള CPMന്റെ കറതീർന്ന അർപ്പണബോധത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞികൃഷ്ണൻ ഒരു കാലുകൊണ്ട് ചവിട്ടി അരച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.